നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ ജ്യോതിഷ ദീപ്തി എന്നുള്ള പ്രത്യേക ജ്യോതിഷ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് 2024 തിരുവോണം ഏതൊക്കെ നാളുകാർ അടിച്ചു പൊളിക്കും, ഏതൊക്കെ നാളുകാർക്ക് തടസ്സങ്ങൾ നേരിടും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറഞ്ഞുതരാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് മകരൻ രാശിയിലാണ്. മകരൻ രാശി മേടക്കൂറുകാരുടെ കേന്ദ്രഭാവമാണ്. അവിടെ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ഈ നാളുകൾക്ക് ലഭിക്കും. മേടക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ കുജൻ 3-ൽ നിൽക്കുന്നു. നല്ല കാര്യമാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. കുടുംബത്തിൽ ധനപരമായ നേട്ടമൊക്കെ ഉണ്ടായി അവർ ഓണം അടിച്ചു പൊളിക്കും, ആഘോഷിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് അന്നത്തെ തിരുവോണ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് മകരൻ രാശിയിലാണ്. ഈ രാശി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ത്രികോണഭാവമാണ്. ഈ ത്രികോണഭാവത്തിൻ്റെ 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അതായത് ചന്ദ്രൻ്റെ തൊട്ട് മുമ്പിൽ ശനി നിൽക്കുന്നു. അത് രാജയോഗ തുല്യമായ അനുഭവമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഓണം രാജകീയമായിട്ട് ആഘോഷിക്കാം എന്ന് കരുതുക. എങ്കിലും അവർക്ക് പ്രതികൂലമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അവരുടെ 2ാം ഭാവത്തിൽ, കുടുംബഭാവത്തിൽ, ധനഭാവത്തിൽ കുജൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നു. അത് ഇവർക്ക് ദോഷം ചെയ്യും. ഭാഗ്യക്കേടുകൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിലേക്കോ ഭാര്യയുടെ വീട്ടിലേക്കോ പോകുന്നതിനെ ചൊല്ലിയോ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതിനെ ചൊല്ലിയോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം മിഥുനൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തിയപ്പോൾ ഞാൻ അപ്പോഴേ എൻ്റെ നിത്യവുമുള്ള വീഡിയോ, അതായത് നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോയിൽ കൂടി നിത്യവും പറഞ്ഞിരുന്നു. ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹം മിഥുനൻ രാശിയിലേക്ക് പോകുന്നത് നല്ലതല്ല. അവിടെ ശത്രുക്ഷേത്ര സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ബുധനെ, അതായത് മിഥുനൻ രാശിയുടെ അധിപനായ ബുധനെ ഈ കുജൻ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ കലാകാരന്മാരായിട്ടുള്ള കുറച്ച് പേർക്ക് നേട്ടം ഉണ്ടാകും, പക്ഷേ കലാമേഖലകളിൽ പ്രശ്നങ്ങളുണ്ടാകും, രാഷ്ട്രീയ മേഖലകളിൽ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ ഞാൻ നേരത്തെ പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാരണം ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാരക ഗ്രഹമായിട്ട് ഞാൻ കണ്ടുകൊണ്ട് LDF സർക്കാരിന് രാജയോഗം എന്നുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അങ്ങനെ കുറേ വീഡിയോകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത്തരത്തിൽ ഈ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോയിൽ കൂടി ആ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് ഇടവക്കൂറുകാർ ശ്രദ്ധിക്കുക. അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാരുള്ള വീടുകളിൽ, രാഷ്ട്രീയക്കാരുള്ള വീടുകളിലൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ 2-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ 2-ൽ ശനി നിൽക്കുമ്പോൾ ശനിയും ദോഷം ചെയ്യും, ചന്ദ്രനും ദോഷം ചെയ്യും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകാം. അപ്പോൾ ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കാൻ സാഹചര്യം അനുകൂലമായി വന്നു ചേരണമെന്നില്ല, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷേ എങ്കിലും അവരുടെ 2ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ഏറെക്കുറെ ബലവാനായി നിൽക്കുന്നുണ്ട്. അവരുടെ കുടുംബഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ഏറെക്കുറെ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സാമാന്യ രീതിയിലുള്ള ഓണാഘോഷങ്ങൾ വന്നു ചേരും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 7ാം ഭാവത്തിലാണ്, കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ആ കേന്ദ്രഭാവത്തിൻ്റെ 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ രാജയോഗതുല്യമായ അനുഭവങ്ങൾ ഈ കർക്കിടകക്കൂറുകാർക്ക് വന്നു ചേരും. അവർ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചു വരുത്തി ഓണമൊക്കെ ആഘോഷിക്കാൻ സാധ്യതയുള്ള സമയമാണ്. പക്ഷേ എങ്കിലും അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയോ കുടുംബത്തിൻ്റെ ധനപരമായ സ്ഥിതിയോ സംതൃപ്തിയോടുകൂടി കടന്നു പോകുന്നൊരു സമയമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഒരു 70% അവർ നല്ല രീതിയിലൊക്കെ ഓണം ആഘോഷിച്ചാലും 30% പ്രതിസന്ധികൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് നല്ല അനുഭവത്തെ കൊടുക്കുകയില്ലെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 6ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗഭാവം, കടബാധികളായുള്ള ഭാവം, ശത്രുത നിറഞ്ഞ ഭാവം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാവമാണ് 6ാം ഭാവം. അപ്പോൾ അവിടെ ഈ ചന്ദ്രൻ നിന്നാൽ നല്ലത് കൊടുക്കില്ലെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. എങ്കിലും ബലവാനായ ചന്ദ്രനായതുകൊണ്ട് ഇവർക്ക് വലിയ തട്ടുകളൊന്നും പറ്റത്തില്ല. കാരണം ഇവർക്ക് തൊഴിൽപരമായ രാജയോഗം നിലനിൽക്കുന്നതുകൊണ്ട് തൊഴിൽ ചെയ്ത് ധാരാളം ധനം ഇവരുടെ കൈവശമുണ്ട്. പ്രത്യേകിച്ച് ഒരു 45 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ആയിരിക്കും ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ രോഗത്താലോ മറ്റു പ്രയാസങ്ങളാലോ ഭാരപ്പെട്ട് അവർക്ക് ഓണാഘോഷിക്കുവാൻ കഴിയാതെ വന്നെന്ന് വരാം. എങ്കിലും ഏറെക്കുറെ സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്.
കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ത്രികോണഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ത്രികോണഭാവത്തിൻ്റെ 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അത് രാജയോഗതുല്യമായ അനുഭവങ്ങൾ കന്നിക്കൂറുകാർക്ക് കൊടുക്കും. അവർ ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കും. എങ്കിലും അവരുടെ 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ, ബുദ്ധിപരമായ പരാജയങ്ങൾ, പിതാവുമായിട്ടുള്ള ശത്രുത, അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും ഇത്തരമുള്ള തിക്താനുഭവങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഭരണാധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അവർക്ക് ഓണം സമൃദ്ധിയായിട്ട് ആഘോഷിക്കാനൊക്കെ പറ്റും. പക്ഷേ ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ്, അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഈ ഓണത്തോടനുബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. മാതൃസുഖം ഉണ്ടാകും, ബന്ധുഗുണം ഉണ്ടാകും. എല്ലാവരുമായിട്ട് സന്തോഷമായും വളരെ തൃപ്തിയോടുകൂടി ഓണം ആഘോഷിക്കാൻ പറ്റും. പക്ഷെങ്കിൽ അവരുടെ ഈ അഷ്ടമത്തിലാണ് 3-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത്. സുഹൃത്തുക്കൾ, സഹോദരങ്ങളെയൊക്കെ വിളിച്ച് ഓണം ആഘോഷിക്കുമ്പോൾ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തനത്തങ്ങളൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു തരുന്നത്. സൂക്ഷിക്കണം എന്നുള്ളത് ഒരു അറിയിപ്പ് തരാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് അന്നത്തെ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ നാളുകാരെ സംബന്ധിച്ച് രാജയോഗതുല്യമായ അനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചന്ദ്രൻ്റെ 2-ൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 4-ാം ഭാവത്തിൽ ശനി വരുന്നത് കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം കുടുംബത്തിലേക്ക് വന്നു ചേരേണ്ടിയ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ചന്ദ്രൻ വന്നു ചേരേണ്ട നേട്ടങ്ങളെല്ലാം ശനി ഇല്ലാതാക്കിയേക്കാം. അപ്പോൾ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയവും നിലനിൽക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വൃശ്ചികക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ഓണത്തോടനുബന്ധിച്ച് നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക. വളരെ ശ്രദ്ധയോടുകൂടി വേണം, പ്രശ്നത്തിലൊന്നും അകപ്പെടാതെ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ നീക്കി മുമ്പോട്ട് പോവുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കുടുംബത്തിൽ ധനത്തെ കൊടുക്കും, കുടുംബസുഖം കൊടുക്കും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ഇവർക്ക് നേട്ടങ്ങളെ കൊടുക്കുന്നൊരു സമയം. കുടുംബസുഖം, ധനപരമായ നേട്ടം, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഈ നാളുകാർക്ക് വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും ഇവർക്ക് വലിയ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. തൊഴിൽ ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഓണത്തോടനുബന്ധിച്ച് ഈ നാളുകാരുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സൂക്ഷ്മത വേണം. ഭാര്യയും ഭർത്താവും നല്ല അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാതെ അഭിപ്രായ ഒരുമയോടുകൂടി, അഭിപ്രായ ഐക്യത്തോടു കൂടി വേണം കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അല്ലാത്ത പക്ഷം പ്രതിസന്ധികളാൽ ഓണാഘോഷം ഉദ്ദേശിക്കുന്ന പോലെ ഭംഗിയാകണമെന്നില്ല, അല്ലെങ്കിൽ ശരിക്കും സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ പറ്റണമെന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഓണ ദിവസം ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അവർക്ക് സമൃദ്ധിയായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. അഷ്ടമത്തിൽ ബുധനും സൂര്യനും നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർക്ക് അല്പം ഒരു മാനസികമായ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. സമൃദ്ധിയായിട്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. പക്ഷെങ്കിൽ എവിടെയോ എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു ഇച്ചിരി സുഖക്കുറവ് അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ഓണം ആഘോഷിക്കുമ്പോഴോ ചെറിയൊരു അഭിപ്രായ വ്യത്യാസവും എന്തെങ്കിലും വന്ന് മാനസികമായിട്ടുള്ളൊരു ശരീര ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുരട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ അലസത, കാര്യപ്രാപ്തിക്കുറവ്, ശരീരത്തിൽ മുറിവുചതകൾ, അന്യദേശവാസം, മാതൃക്ലേശം, അങ്ങനെ പലവിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഈ നാളുകാരെ തേടി വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ജന്മത്തിൽ ശനി നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് പിന്തുണയായിട്ട് ഈ ഓണം ആഘോഷിക്കുവാൻ നിൽക്കുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ്. വ്യാഴം ഇവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശുഭത്തെ കൊടുക്കുന്നു. ശുഭത്വം വന്നു ചേർന്ന് ഇവർക്ക് ഓണം ആഘോഷിക്കാൻ കഴിയുമെങ്കിലും പ്രതിസന്ധികൾ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവർ അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഓണ ദിവസത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ തേടി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് 5-ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാകും, പ്രശ്നങ്ങൾ അകപ്പെടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. 7-ൽ സൂര്യൻ നിൽക്കുന്നു, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, പിതാവുമായിട്ട് ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലങ്ങളൊക്കെ അന്നത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് 11-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ലാഭം വളരെ ലാഭകരമായ രീതിയിൽ അവർ ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ദോഷത്തെ ചെയ്യില്ല. കാരണം 11-ൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിലാണ് ഈ ശനി നിൽക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ അവിടെ വന്നു നിൽക്കുന്നത് കൊണ്ട് ഈ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ മീനക്കൂറുകാർക്ക് വളരെ സൗഭാഗ്യത്തോടു കൂടി ഓണം ആഘോഷിക്കാൻ പറ്റും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് അവരുടെ 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. പിതാവ് മുഖേന ധാരാളം ധാന്യ നേട്ടങ്ങളൊക്കെ ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ കടന്നു വരും. അവർക്ക് ഓണം ആഘോഷിക്കാൻ വളരെ സമൃദ്ധിയായിട്ട് കഴിയും. പക്ഷെങ്കിൽ അവരുടെ ജന്മഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും തടസ്സം നേരിടാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർഷത്തെ ഓണം 27 നാളുകാരും ആഘോഷിക്കുന്നത്. ഞാൻ ഈ വീഡിയോ പറഞ്ഞു തന്നതിൻ്റെ കാരണം, ഈ ചെയ്തതിൻ്റെ കാരണം, കഴിവതും അന്നത്തെ ദിവസം ഈ നാളുകാരൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുള്ളവർ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തു തന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അത് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പര കാണുവാൻ ശ്രമിക്കുക. ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ കൂടി എന്നും പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ കാര്യങ്ങളും നമ്പറും ഒക്കെ ഉണ്ട്. ഈ നമ്പർ നോക്കി വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓഫീസിൽ വന്നാൽ, പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ് ഓഫീസിൽ വന്ന് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നം പരിഹരിച്ച് പോകാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ഓണം സമൃദ്ധിയായിട്ട് അടിച്ചു പൊളിച്ച് എല്ലാവർക്കും ആഘോഷിക്കുവാൻ കഴിയട്ടെ. മഹാദേവൻ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ധനധാന്യ സമൃദ്ധിയാൽ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.